ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ സുശീല പാതിരാത്രിക്ക് എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ തക്കത്തിന് എഴുന്നേറ്റ് ആ ഒരു കഞ്ഞിപ്പാത്രത്തിൽ നിന്നും കഞ്ഞി എടുക്കുകയാണ് കേട്ടോ. എടുത്തൊരു ബോളിലേക്ക് വെച്ച ശേഷം അതിൽ ആ കീടനാശിനി, അതായത് അടുക്കളയിൽ ഒളിപ്പിച്ചിരുന്നല്ലോ, അതെടുത്തിട്ട് അതിലേക്ക് ആ കീടനാശിനി ഒഴിക്കുകയാണ്. അപ്പോഴാണ് ഹർഷൊക്കെ പറഞ്ഞ കാര്യം സുശീല ഓർക്കുന്നത്. കീടനാശിനി സുശീല കഴിച്ച പാത്രത്തിൽ മാത്രമല്ല, അനുപമ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അതിലും കൂടെ വേണമെന്ന്. അങ്ങനെ കുറച്ച് കീടനാശിനി എടുത്ത് അതിലേക്കും ഒഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ സുശീല പിന്നീട് ചമ്മന്തിയും അതേപോലെ തന്നെ പയറും ഒക്കെ എടുത്തിട്ട് ആ ഒരു കഞ്ഞി ആക്കിയ ബോളും എടുത്ത് ഡൈനിങ് ടേബിളിൽ വന്നിരുന്നിട്ട് കഞ്ഞി കുടിക്കാൻ നോക്കുക കേട്ടോ. പക്ഷേ എത്രയെല്ലാം കുടിക്കാൻ ശ്രമിച്ചിട്ടും സുശീലയ്ക്ക് അങ്ങ് കുടിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഇത് വിഷം ചേർത്തതാണല്ലോ എന്നുള്ള ഓർമ്മ. പക്ഷേ ഹർഷ അപ്പോൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ സുശീല ഓർക്കുകയാണ്. വിഷം ചേർത്തിട്ടില്ല എന്നും മനസ്സ് വിചാരിച്ചുകൊണ്ട് കുടിക്കാൻ. അങ്ങനെ രണ്ടും കൽപ്പിച്ച് സുശീല അത് കുടിക്കുകയാണ്. കുടിച്ച് കഴിഞ്ഞ പാടെ തന്നെ സുശീലയ്ക്ക് ആകെ അസ്വസ്ഥതയൊക്കെ തോന്നുകയാണ് കേട്ടോ. സുശീല പെട്ടെന്ന് തന്നെ ഇനിയിപ്പോൾ ആരെങ്കിലും വിളിച്ചാലോ, ഇല്ല, അത് പിന്നെ താനെ എന്താ പറയുക, ഇതുപോലൊരു അസ്വസ്ഥത ഉണ്ടായിട്ട് ഇപ്പോൾ ആരെയും അറിയിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ താൻ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ കാര്യങ്ങളെല്ലാം പാളിപ്പോകുന്ന അറിയാവുന്നതുകൊണ്ട് സുശീല എല്ലാം സഹിച്ച് റൂമിൽ പോയി കിടക്കുകയാണ് കേട്ടോ. കിടന്നിട്ടും ഒരുപാട് വയറുവേദനയും ഭയങ്കര തലവേദനയും അസ്വസ്ഥതയും ഒക്കെ സുശീലയ്ക്ക് ഉണ്ടായി. പക്ഷെ എല്ലാം സഹിച്ച് സുശീല അവിടെ കിടക്കുകയാണ്. നേരം ഒരുപാട് കഴിഞ്ഞു. അപ്പോഴാണ് നമ്മുടെ ഉറങ്ങിക്കിടക്കുന്ന പ്രതിഭയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. മറ്റാരുമല്ല, സത്യനാണ്. സത്യേട്ടനോ? എന്താ സത്യേട്ടാ ഈ സമയത്ത് വിളിക്കുന്നത്? എനിക്ക് ഇപ്പോഴാണ് വിളിക്കാൻ സമയം കിട്ടിയത് പ്രതിഭയെ. ഫോണിൽ ചാർജും ഇല്ലായിരുന്നു. സത്യേട്ടൻ എവിടെയാ? പുറപ്പെട്ടോ? ട്രെയിനിലാണോ? ദേ ഞാനിപ്പോൾ നമ്മുടെ വീട്ടിലുണ്ട്, നീ വന്ന് കതക് തുറക്ക്. നീ സത്യേട്ടാ പറ്റിക്കല്ലേ എന്ന് പ്രതിഭ പറയാം കേട്ടോ. പറ്റിക്കൊന്നും അല്ലടോ, എനിക്ക് വിളിക്കാൻ പറ്റാതിരുന്നത് ഞാൻ ഇന്ന് എങ്ങനെയെങ്കിലും ഇവിടെ എത്താനുള്ള തിരക്കിലായിരുന്നു. അപ്പോൾ ഓടി ട്രെയിനിൽ കയറി. അപ്പോൾ ഫോണിൽ ചാർജും ഇല്ലായിരുന്നു വിളിച്ച് പറയാൻ. ഒരുപാട് നേരം ട്രെയിൻ വന്നതിന് ശേഷമാണ് പിന്നീട് ഫ്ലഗ് പോയിൻ്റൊക്കെ കിട്ടിയത്. നല്ല തിരക്കുമായിരുന്നു. നീ വന്ന് വാതിൽ തുറക്കുമെന്ന് പറയാൻ കേട്ടോ. അതോ ഞാൻ കോണിബെൽ അമർത്തി എല്ലാവരെയും വിളിച്ച് ഉണർത്തണോ? വേണ്ട വേണ്ട, ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ പ്രതിഭ എഴുന്നേറ്റ് ഡോറ് തുറന്നു കൊടുക്കുക കേട്ടോ. സത്യൻ അപ്പോഴേക്കും വന്നു. എങ്ങനെയുണ്ട് നിനക്കെന്നൊക്കെ ചോദിച്ച് പ്രതിഭയുടെ സുഖവിവരമൊക്കെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും സോനയും വന്നു കേട്ടോ. സൗണ്ട് കേട്ട് സത്യേട്ടൻ വന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര എന്നൊക്കെ ചോദിച്ചപ്പോൾ അവിടെ നിന്ന് ഇവിടം വരെ കഷ്ടപ്പാടായിരുന്നു. കുറച്ച് വെള്ളം എടുക്കുന്ന പറഞ്ഞ് വെള്ളമൊക്കെ കുടിക്കാം കേട്ടോ. സത്യേട്ടൻ എന്തേലും കഴിച്ചോ? എവിടുന്ന്? ഒന്നും കഴിച്ചിട്ടില്ല. അല്ല, ഇവിടെ എന്തേലും ഉണ്ടാവുമല്ലോ അല്ലേ? ഇവിടെ ഉണ്ടാവും, ഞാൻ എടുത്തു വെക്കാം, നിങ്ങൾ ഇരിക്കും. ഇതേ പ്രതിഭയൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറയാം കേട്ടോ. നീ ഒന്നും കഴിച്ചിട്ടില്ലേ? അതെന്തേ? അത് എനിക്കപ്പോൾ ഛർദ്ദിക്കാനൊക്കെ തോന്നി, അതുകൊണ്ടാണ്. അത് കുഴപ്പമില്ല, നീ എന്തായാലും എൻ്റെ കൂടെ കഴിക്കുമെന്ന് പറയാം കേട്ടോ. അങ്ങനെ പ്രതിഭയെ സമ്മതിച്ച്. അപ്പോഴേക്കും നമ്മുടെ സോന എന്ത് ചെയ്ത് അടുക്കളയിൽ പോയിട്ട് ആ ഒരു കഞ്ഞിയും പയറും ചമ്മന്തിയും ഒക്കെ എടുത്ത് വന്നു കേട്ടോ. എന്നിട്ട് പ്രതിഭയ്ക്കും സത്യനും ഒരുമിച്ച് വിളമ്പാണ്. അങ്ങനെ ഒരുമിച്ച് വിളമ്പിയതും അവർ രണ്ടുപേരൂടെ കഞ്ഞി കുടിക്കാനും തുടങ്ങി. കുറച്ചങ്ങ് കുടിച്ചപ്പോൾ തന്നെ പ്രതിഭയ്ക്ക് ആകെ ഛർദ്ദിക്കാൻ വരികയാണ് കേട്ടോ. പ്രതിഭ ഓക്കാനിക്കുകയാണ്. എന്ത് പറ്റി? ഇത് ഈ സമയത്ത് ഉണ്ടാവുമല്ലോ, അവൾക്ക് ഇങ്ങനെ ഛർദ്ദിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാണ്. അങ്ങനെ പ്രതിഭ ഛർദ്ദിക്കാൻ പോയി. ഛർദ്ദിക്കുന്നതിനിടെ പ്രതിഭയ്ക്ക് ഭയങ്കര വയറുവേദനയുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇവരുടെ ഈ ശബ്ദമൊക്കെ കേട്ട് അനുപമയെ ഓടി വന്നു കേട്ടോ. എന്ത് പറ്റി മോളെ എന്നൊക്കെ ചോദിച്ചിട്ട്, എന്നാൽ സോന നീ പോയി ഒരു നാരങ്ങ എടുത്തുകൊണ്ട് വരും, ചിലപ്പോൾ ഇതിനെ മണം പറ്റായിട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നാരങ്ങയൊക്കെ മണപ്പിക്കാൻ കൊണ്ടു കൊടുത്തിട്ടോ. ഇല്ല, ഇതൊന്നും അല്ല. ഇനിയിപ്പോൾ എന്ത് പറ്റി? കഞ്ഞിയിൽ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് സത്യം ചോദിക്കാം കേട്ടോ. കഞ്ഞിയിലിപ്പോൾ എന്തുണ്ടാവാനാ, ഞങ്ങളൊക്കെ കുടിച്ചതല്ലേ എന്ന് അനുപമ പറയാം കേട്ടോ. പോരാത്തതിന് അനു വന്നത് കുടിക്കാനും നോക്കിട്ടോ. അപ്പോൾ സത്യൻ തടഞ്ഞു കേട്ടോ. വേണ്ട അനുവടുത്തി, കഞ്ഞിയിൽ എന്തോ ഉണ്ട്, എനിക്കും ആകെ ഛർദ്ദിക്കാനൊക്കെ തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് സത്യനും പോയി ഛർദ്ദിക്കാം കേട്ടോ. അത് കഴിഞ്ഞ് വയറിനും അസ്വസ്ഥത തോന്നുന്നുണ്ട് കേട്ടോ. ശരിക്കും കഞ്ഞിയിൽ എന്തോ ഉണ്ട്, എനിക്ക് ഇതുപോലെയൊന്നും മുന്നേ വന്നിട്ടേ ഇല്ല എന്ന് പറഞ്ഞ് പ്രതിഭ കരയാണ് കേട്ടോ. അപ്പോൾ അയ്യോ എന്തോ ഉണ്ടാവുമോ, ഇതിനൊക്കെ എന്തോ ഒരു മണം ഇതൊക്കെ ഉണ്ടെന്ന് സത്യനും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ടെൻഷൻ ആവുകയാണ് കേട്ടോ. അമ്മയെ വിളിക്കാൻ പറയാം കേട്ടോ. അമ്മ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അമ്മ നേരത്തെ കഴിച്ച് കിടന്ന് കാണും, ഞങ്ങൾ കഴിക്കുമ്പോൾ അമ്മ കഴിച്ചില്ലായിരുന്നു എന്ന് അനു പറയാം കേട്ടോ. എന്നാൽ ഞാൻ പെട്ടെന്ന് അമ്മയെ ചെന്ന് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് സുശീലയുടെ റൂമിൽ പോയിട്ട് വിളിക്കുകയായിരുന്നു കേട്ടോ. ഇത്ര വിളിച്ചിട്ട് സുശീല എണീക്കുന്നില്ല. അനുവിന് അപ്പോൾ കാര്യം മനസ്സിലായി. അങ്ങനെ സുശീലയുടെ ഇങ്ങോട്ട് തിരിച്ചിടുമ്പോഴാണ് വായന്നൊക്കെ നൊര വന്ന് കിടക്കുന്നത് കാണുന്നത് കേട്ടോ. അത് കണ്ടതും നമ്മുടെ അനുപമ ആകെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഇന്ദ്രനെയൊക്കെ വിളിച്ചു വരുത്തി. അങ്ങനെ ഇന്ദ്രേട്ട അമ്മ എന്നൊക്കെ പറയാം കേട്ടോ. ഇപ്പോൾ ചെറിയൊരു ഞരക്കം മാത്രമേ സുശീലയ്ക്കുള്ളൂ കേട്ടോ. ഇന്ദ്രേട്ട പെട്ടെന്ന് ആംബുലൻസ് വിളിക്കി, എല്ലാവരെയും ഹോസ്പിറ്റലിൽ എത്തിക്കണം, കഞ്ഞിയിൽ എന്തോ ചേർന്നിട്ടുണ്ടെന്ന് തന്നെ പറയാം കേട്ടോ. പക്ഷേ അതെങ്ങനെയായിരിക്കും ഇന്ദ്രേട്ട? അങ്ങനെയാണെങ്കിൽ ആദ്യം നമുക്കല്ലേ പറ്റേണ്ടത്, നമ്മളും അതല്ലേ കുടിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരെയും എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറയാണ്. അങ്ങനെ വണ്ടി വിളിച്ച് എല്ലാവരും കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കേട്ടോ.
അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും വീട്ടിൽ സോനയും മക്കളും മാത്രമേ ഉള്ളൂ കേട്ടോ. അനുവും ഇന്ദ്രനും ബാക്കി എല്ലാവരും ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റലിൽ എത്തിയ ഉടനെ തന്നെ നമ്മുടെ ഗൈനക്കോളജിസ്റ്റിനെയൊക്കെ വിളിക്കുകയാണ് കേട്ടോ. പ്രതിഭ പ്രഗ്നൻ്റ് ആണല്ലോ, അവളുടെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടിയാണ് കേട്ടോ അനുപമയ്ക്കുള്ളത്. സത്യന് വലിയ കുഴപ്പമൊന്നും ഇല്ലയെന്ന് അവിടെ നിന്ന് പറയുകയും ചെയ്തു. അത് മാത്രമേ ആകെ ആശ്വാസമുള്ളൂ. മാത്രമല്ല സുശീലേനെ ICUയിലേക്ക് മാറ്റുകയും ചെയ്തു കേട്ടോ. അതുകൊണ്ട് ചെറിയ ടെൻഷനിലാണ് എല്ലാവരും നിൽക്കുന്നത്. പ്രതിഭയുടെ കുഞ്ഞിന് എന്തെങ്കിലും ആപത്ത് പറ്റുമോ എന്ന് നല്ല ടെൻഷനുണ്ട്. കാരണം ആകെ 2 മാസമായിട്ടുള്ള പ്രഗ്നൻസിക്ക്. അങ്ങനെ അനുപമയാണ്. എന്നാലും എന്തായിരിക്കും ഇന്ദ്രേട്ട പറ്റിയത്? ഫുഡ് പോയ്സൺ വല്ലതും ആണെങ്കിൽ നമുക്ക് ആദ്യം വരണ്ടേ? അതാ ഞാനും ആലോചിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടോ. അങ്ങനെ നമ്മുടെ അനുപമ ഫോൺ വിളിച്ചിട്ട് നമ്മുടെ അനന്തമാഷിൻ്റെ അടുത്ത് കാര്യമൊക്കെ പറയാം കേട്ടോ. അപ്പം അച്ഛന് ഭാനുമ്മയോട് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ലാൻ പറയണം, അവിടെ സോനയും മക്കളും മാത്രമേ ഉള്ളൂ എന്ന് പറയാണ്. അങ്ങനെ അനന്തമാഷ് അനുപമയെ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അനന്തമാഷ് പറഞ്ഞ അനുസരിച്ച് ഭാനുമ്മ സോനേൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. സോനയപ്പോൾ ഉറങ്ങായിരുന്നു. അങ്ങനെ വിളിച്ചുണർത്തിയപ്പോഴാണ് സോന പെട്ടെന്ന് ഭാനുമ്മയെ കണ്ടതും സോനയ്ക്ക് ടെൻഷനാകുകയാണ് കേട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം പറ്റിയോന്ന്. ഇല്ല മോളെ, ഒന്നുമില്ല, അനന്തമാഷ് ഇവിടെ മോള് ഒറ്റയ്ക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയാം കേട്ടോ. എന്താ മോളെ ഇവിടെ സംഭവിച്ച്? അറിയില്ല ഭാനുമ്മേ, ഞാനും ശ്യാമേട്ടനും പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് ഇന്നലെ വന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും പറ്റിയില്ല. പക്ഷേ സത്യേട്ടൻ ഒരുപാട് ലേറ്റായിട്ടാണ് വന്നത്. ആ സമയത്ത് ഞാനാണ് പ്രതിഭയ്ക്കും സത്യേട്ടനും കഞ്ഞി എടുത്ത് കൊടുത്തത്. അവരത് കുടിച്ചു കഴിഞ്ഞതും പെട്ടെന്ന് തന്നെ അസ്വസ്ഥരാകുമായിരുന്നു. പ്രതിഭയ്ക്ക് വയറുവേദനയും തുടങ്ങി. അവളെ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ തന്നെ അസ്വസ്ഥയായിരുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം പറ്റിക്കാണോയെന്ന് എനിക്ക് പേടിയുണ്ട്. ഭാനുമ്മയെ കണ്ട പാടെ ഞാൻ പേടിച്ചു പോയി എന്ന് പറയാം കേട്ടോ. ഇല്ല മക്കളെ, ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയാം കേട്ടോ. അമ്മയ്ക്കാണെങ്കിൽ ബോധം പോലും ഉണ്ടായിരുന്നില്ല ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ എന്ന് പറയാം കേട്ടോ. പിന്നെ മോളൊന്നും ഉണ്ടാക്കിയില്ലേ എന്നൊക്കെ ചോദിക്കാം കേട്ടോ. ഇല്ല ഭാനുമ്മ, പിന്നെ അടുക്കളയിലേക്ക് പോകാനൊന്നും എനിക്ക് ധൈര്യം വന്നില്ല. അവർ കഴിച്ച സാധനങ്ങളെല്ലാം അവിടെ തന്നെ ഇരിക്കുകയെന്ന് പറയാം കേട്ടോ. ഞാൻ എന്തായാലും ഇതൊക്കെ വൃത്തിയാക്കാമെന്ന് പറഞ്ഞിട്ട് ഭാനുമ്മ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് അവർ കുടിച്ചതിൻ്റെ ബാക്കിയുള്ള അവശിഷ്ടങ്ങളൊക്കെ എടുത്ത് കളയാണ്. അപ്പോൾ സോന പറഞ്ഞു, എന്തായാലും ആ കഞ്ഞി വെച്ച പാത്രം അവിടെ തന്നെ നിന്നോട്ടെ. എന്ത് പോയ്സണാ, എന്ത് വിഷ കലർന്നെന്ന് അറിയണമല്ലോ. എന്നാലും ഇത് എങ്ങനെയായിരിക്കും കലർന്നത്? ഫുഡ് പോയ്സൺ ആണെങ്കിൽ അത് ആദ്യം കുടിച്ച ഏട്ടനും അനുവേടത്തേക്കും വരണ്ടേ? അവർക്ക് വന്നിട്ടുമില്ല. പിന്നെ അമ്മയാണെ പിന്നെയാണ് കഴിച്ചത്. അപ്പോൾ അമ്മയ്ക്ക് മാത്രം പറ്റണമെങ്കിൽ ആരെങ്കിലും മനഃപൂർവ്വം ചെയ്യാതെ ഇത് സംഭവിക്കില്ല എന്ന് സോന പറയാം കേട്ടോ. വല്ല വിഷമുള്ള ചിലന്തിയൊക്കെ വീണാലും അത് സംഭവിക്കില്ലേ മോളെ എന്ന് ചോദിക്കാം കേട്ടോ. അങ്ങനെ വിഷമുള്ള ചിലന്തിയൊക്കെ വീണാലും ആദ്യം അവർക്കും പറ്റണ്ടേ? അവർക്കില്ലാതെ എൻ്റെ അമ്മയ്ക്കും സത്യേട്ടനും പ്രതിഭയ്ക്കും മാത്രം എങ്ങനെയാണ് വരിക എന്ന് ചോദിക്കാം കേട്ടോ. അത് കേട്ടതും നമ്മുടെ അനുപമ ഉണ്ടാക്കിയതാണല്ലോ, അവളെ കുറ്റപ്പെടുത്തുന്ന രീതിക്കാണ് കേട്ടോ സോന അപ്പം പറഞ്ഞത്. അത് കേട്ടതും നമ്മുടെ ഭാനുമ്മ തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്. അല്ല, കഞ്ഞി കുടിച്ച ഉടനെ സത്യനും പ്രതിഭയ്ക്കും അസ്വസ്ഥത ഉണ്ടായില്ലേ? അപ്പം അതുപോലെ അസ്വസ്ഥത കഞ്ഞി കുടിച്ച സുശീലയ്ക്കും ഉണ്ടായി കാണില്ലേ? ഇത്രയും അസ്വസ്ഥത വന്നിട്ടും അവളൊന്നും പറയാതെ പോയി കിടന്ന് ബോധം കെടാൻ നിൽക്കുമെന്ന് ചോദിക്കാം കേട്ടോ. അത് കേട്ടപ്പോൾ സോനയ്ക്ക് ഒരു സംശയമായി. അത് ശരിയാണല്ലോ ഭാനുമ്മേ, അമ്മ എന്തായിരിക്കും ഇങ്ങനെ ഒരു അസ്വസ്ഥത ഉണ്ടായിട്ട് ആരോടും പറയാതിരുന്നത്? സുശീല ഈ ഒരു അസ്വസ്ഥതയുടെ കാര്യമൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ സത്യനും പ്രതിഭ ഈ കഞ്ഞി കുടിക്കില്ലായിരുന്നല്ലോ, അവരെ രക്ഷപ്പെടില്ലായിരുന്നോ എന്ന് ചോദിക്കാണ്ടോ. അത് ശരിയാ, അതൊരു ചോദ്യം തന്നെയാണ് സോന പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്, എന്തായിരിക്കും സുശീല ആ ഒരു കാര്യം പറയാത്തതെന്ന്. സോന എന്തായാലും ആലോചിച്ചിട്ടൊരു കാര്യം സോനയുടെ മനസ്സിലേക്ക് വരും. കാരണം അങ്ങനെ ഒരു അപകടം ഇവിടെ സംഭവിക്കും. പക്ഷേ അത് ഇന്ദ്രനും അനുവിനും ഒന്നും ആയിരിക്കില്ല, തനിക്കായിരിക്കുന്നു സുശീല പറഞ്ഞ കാര്യം സോനയുടെ മനസ്സിൽ തെളിയും കേട്ടോ. എന്തായാലും ഇതിനെല്ലാം പിറകിൽ സുശീലയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുമ്പോൾ ആദ്യം സുശീലയെ എടുത്തിട്ട് അലക്കുന്നതും ചിലപ്പോൾ സോനയായിരിക്കും. അബദ്ധവശാൽ മറ്റാരെങ്കിലും ഒരു പക്ഷേ രാത്രി വിശന്നിട്ട് സോനയോ കുഞ്ഞോ അല്ലെങ്കിൽ ശ്യാമോ പോലും ആ കഞ്ഞി എടുത്ത് കുടിച്ചിരുന്നേക്കാം. അങ്ങനെ ആയിരുന്നെങ്കിൽ ആ അപകടം തങ്ങളുടെ ജീവനെ എടുക്കുമായിരുന്നില്ലേ എന്നുള്ളൊരു ചിന്ത എന്തായാലും സോനയ്ക്ക് വരും. അനുവിനെ കണ്ണും പൂട്ടി കുറ്റപ്പെടുത്താൻ എന്തായാലും സോന തയ്യാറാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. സുശീലയുടെ കള്ളത്തരം അല്ലെങ്കിൽ എല്ലാവരും തന്നെ അനുപമയെ കുറ്റവാളിയായിട്ട് പ്രഖ്യാപിക്കുമ്പോഴായിരിക്കും നമ്മുടെ ഇന്ദ്രൻ CCTV ദൃശ്യങ്ങളുമായിട്ട് വരുന്നത്. അതിൽ സുശീല തന്നെ വിഷം കലക്കുന്നതും പുറത്തറിയുക തന്നെ ചെയ്യും. അതോടുകൂടി സുശീലയ്ക്ക് സ്വയം വെച്ച ആപ്പ് എന്താ പറയുക, സ്വയം കുഴിച്ച കുഴിയിൽ വീഴുക എന്നൊക്കെ പറയുന്ന പോലെ ആയിരിക്കും. വീണ്ടും അടുത്ത കിടിലൻ വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.